കർത്താവ് വിശ്വസിക്കുക. ദേവാലയം എല്ലാം ശുദ്ധീകരിച്ചു കഴിഞ്ഞു. പിന്നെ അവിടെ നിന്ന പ്രശ്നമാണ്. കാരണം നല്ലപോലെ പ്രകോപനം ഉണ്ടാക്കിയിട്ടാണ് അതായത് ഒറ്റയ്ക്ക് അങ്ങോട്ട് കയറി യോഹന്നാൻ പറയുന്നത് ചാട്ട ഉണ്ടാക്കി അടിച്ചെന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഇതൊക്കെ മറിച്ചിട്ട് ഒരു കൊടുങ്കാറ്റ് പോലെ കർത്താവ് സകല എല്ലാ എണ്ണത്തെയും പുറത്താക്കിയിട്ട് അവിടുന്ന് ശിഷ്യന്മാരെയും കൂട്ടി നേരെ 3 കിലോമീറ്റർ വളരെ വേഗത്തിൽ നടന്ന് എവിടെത്തി? ബഥാനിയയിലെത്തി, ലാസറിന്റെ വീട്ടിലെത്തി, അവിടെ ഉറങ്ങി. ഞായറാഴ്ച രാത്രി. അപ്പൊ ഇന്നലെ രാത്രി ഈശോ എവിടെ ഉറങ്ങി? ബഥാനിയ, ലാസറിന്റെ വീട്ടിൽ. എന്നിട്ട് തിങ്കളാഴ്ച രാവിലെ യേശു എഴുന്നേറ്റിട്ട് കർത്താവ് നേരെ പോവുകയാണ്. പോകുന്നത് എവിടേക്കാണ്? ജെറുസലേമിലേക്ക്. വീണ്ടും 3 കിലോമീറ്റർ യാത്ര ചെയ്ത് കർത്താവ് ജെറുസലേമിലേക്ക് പോവുകയാണ്. നിങ്ങൾ മർക്കോസിന്റെ സുവിശേഷം എടുക്കുക. മർക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മളിത് വായിക്കുകയാണ്. മർക്കോസിന്റെ സുവിശേഷത്തിൽ വായിക്കാം. 11-ാം അധ്യായം 12 മുതൽ വായിച്ചേ. 11-ാം അധ്യായം 12. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തോ, മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം എടുത്തോ. മത്തായി 21 എടുത്തോ. മത്തായി 21 18 19 വായിച്ചേ. മത്തായി 21 18 19. മത്തായി 21 18 മുതൽ വായിച്ചേ. പ്രഭാതത്തിൽ. അപ്പൊ ഏത് പ്രഭാതമാണിത്? ദിവസം ഏതാ? തിങ്കളാഴ്ച പ്രഭാതമാണ്. തിങ്കളാഴ്ച പ്രഭാതത്തിൽ നഗരത്തിലേക്ക് പോകുമ്പോൾ അവന് വിശന്നു. വഴിയരികിൽ ഒരു അത്തിവൃക്ഷം കണ്ട് അവൻ അതിൻ്റെ അടുത്തെത്തി. എന്നാൽ അതിൽ ഇലകളല്ലാതെ ഒന്നും കണ്ടില്ല. അവൻ അതിനോട് പറഞ്ഞു, ഇനി ഒരിക്കലും നിന്നിൽ നിന്ന് ഫലങ്ങളുണ്ടാവാതിരിക്കട്ടെ. ആ നിമിഷം തന്നെ ആ അത്തിവൃക്ഷം ഉണങ്ങിപ്പോയി. അത് കണ്ട് ശിഷ്യന്മാർ അത്ഭുതപ്പെട്ടു. ഇനി എന്നെ നോക്കി. അതായത് ഇത് ഒത്തിരി ഞാനും ഒരുപാട് കാലമായിട്ട് എൻ്റെ മനസ്സിലും, ദൈവമേ ഇത് എന്തിനാ, ഈ അത്തിവൃക്ഷത്തെ എന്തിനാ ശപിച്ചേ? അതിനകത്ത് അത് മാത്രമല്ല, അത്തിപ്പഴം ഉണ്ടാവുന്ന കാലമല്ലായിരുന്നെന്നാ പറയുന്നത്. എന്തിനാണ് ഈശോ അത്തിവൃക്ഷത്തെ ശപിച്ചത്? ഞാൻ ചോദിക്കട്ടെ, ആദവും ഹവ്വയും ആദി പാപം ചെയ്തു. അപ്പൊ അവര് ആദി പാപം ചെയ്തപ്പോ ഒരു പഴം പറിച്ചു തിന്നു, അല്ലേ? ഏത് മരത്തിന്റെ പഴമാ? ചുമ്മാ അത്തിന്നൊന്നും പറയരുത്. നിങ്ങൾ സാധാരണ കേട്ടിട്ടുള്ള ആദം സാപ്പിൾ എന്നൊക്കെ അല്ലേ കേട്ടിട്ടുള്ളേ? ഈ സാധനത്തിന് ആദം സാപ്പിൾ എന്നല്ലേ പറയുന്നത്. അപ്പൊ ഈ ആപ്പിൾ തിന്നു എന്നല്ലേ സാധാരണഗതിയിൽ നമ്മൾ കേട്ടിരിക്കുന്നത്, അല്ലേ? അതോ അവര് നഗ്നരാണെന്നൊക്കെ മനസ്സിലാക്കിയത് ഏത് പഴം തിന്നപ്പോഴാ? ആ നന്മതിന്മകളുടെ അറിവിന്റെ വൃക്ഷം. അത് നമ്മൾ പടത്തിലൊക്കെ കണ്ടിട്ടുള്ള എന്താ? ഏത് പഴമായിട്ടാ? ആപ്പിളായിട്ടാണ്, അല്ലേ? ആപ്പിളാണെന്നാണ് പലരും വിചാരിച്ചിരുന്നത്. എല്ലാവരും അങ്ങനെ വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ യഹൂദ പാരമ്പര്യത്തിൽ നിങ്ങൾക്ക് പരിശോധിക്കണമെങ്കിൽ യഹൂദന്മാരുടെ പാരമ്പര്യത്തിലുള്ളൊരു പുസ്തകമാണ് ലൈഫ് ഓഫ് ആദം ആൻഡ് ഈവ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ആദത്തിൻ്റെയും ഹവ്വയുടെയും ജീവിതം എന്ന് പറഞ്ഞൊരു പുസ്തകം. അതിനകത്ത് യഹൂദന്മാര് വിശ്വസിച്ചിരുന്നത്, അല്ലെങ്കിൽ യഹൂദ പാരമ്പര്യം അനുസരിച്ച് അവരുടെ പ്രാർത്ഥനകളിലെല്ലാം അവർ വിശ്വസിച്ചിരുന്നത്, ഏദൻ തോട്ടത്തിൽ വെച്ച് ആദവും ഹവ്വയും പഴം പറിച്ച് തിന്ന ആ നന്മ തിന്മകളുടെ അറിവിന്റെ വൃക്ഷം, ആ പഴം പറിച്ച് തിന്നപ്പോഴല്ലേ അവർക്ക് മരണം വരുന്നത്. മരണം, ഈ പഴം തിന്നാൽ നിങ്ങൾ മരിക്കും, അല്ലേ? എടുത്തേത് ഉൽപ്പത്തി 3 1 മുതൽ വായിച്ചേ. ദൈവമായ കർത്താവ് സൃഷ്ടിച്ച എല്ലാ വന്യജീവികളിലും വെച്ച് കൗശലമേറിയതായിരുന്നു സർപ്പം. അത് സ്ത്രീയോട് ചോദിച്ചു, തോട്ടത്തിലെ ഒരു വൃക്ഷത്തിൻ്റെയും ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? സ്ത്രീ സർപ്പത്തോട് പറഞ്ഞു, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ പഴങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷിക്കാം, എന്നാൽ തോട്ടത്തിൻ്റെ നടുവിലുള്ള മരത്തിൻ്റെ പഴം ഭക്ഷിക്കുകയോ തൊടുക പോലെയുമോ അരുത്, ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. സർപ്പം സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ മരിക്കുകയില്ല, അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നും ദൈവത്തിന് അറിയാം. ആ വൃക്ഷത്തിൻ്റെ പഴം ആസ്വാദ്യവും കണ്ണിന് കൗതുകകരവും അറിവേകാൻ കഴിയുമെന്നതിനാൽ അഭികാമ്യവുമാണെന്ന് കണ്ട് അവൾ അത് പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. ഇങ്ങോട്ട് നോക്കിയേ, ഇവിടെ എങ്ങും ഇല്ലല്ലോ ഇത് അത്തിയാണെന്ന്. പക്ഷെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചേ, ഇത് തിന്ന ഉടനെ, ഇങ്ങോട്ട് നോക്കിയാണേ, ഇത് തിന്ന ഉടനെ ഇവർക്ക് എന്ത് മനസ്സിലായി? തങ്ങൾ, അതായത് അവർ ആത്മാവിൽ ആ ദൈവിക കൃപ മരിച്ചു.
ആത്മാവിലൊരു മരണം നടന്നു. അവരുടെ ആദിമ വിശുദ്ധി മുഴുവൻ നഷ്ടപ്പെട്ടു പോയി. അപ്പൊ അവര് നഗ്നരാണെന്ന് അവർക്ക് മനസ്സിലായി. നഗ്നരാണെന്ന് മനസ്സിലായപ്പോ അപ്പൊ അവര് ഇത് വിഷ്വലൈസ് ചെയ്തോണം. ആദവും ഹവ്വയും, ഹവ്വ ഒരു മരത്തിന്റെ ചോട്ടിൽ നിൽക്കുന്നു. ഹവ്വ ഇത് പറിച്ചു തിന്നു, ആദത്തിനും കൊടുത്തു. രണ്ടുപേരും ഇപ്പൊ എവിടെ നിൽക്കുന്നത്? ഒരു മരത്തിന്റെ ചോട്ടിലാണ്. അപ്പൊ അവിടുന്ന് ഇങ്ങനെ പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു. അപ്പോൾ ഉടനെ അവർക്ക് മനസ്സിലായി തങ്ങള് നഗ്നരാണെന്ന് മനസ്സിലായപ്പോൾ അവരെന്ത് ചെയ്തു? വായിച്ചേ. ഉടനെ അവർ ഇരുവരുടെയും കണ്ണ് തുറന്നു, തങ്ങൾ നഗ്നരാണെന്ന് അവരറിഞ്ഞു. ബാക്കി വായിച്ചേ. എന്തില്ല നിങ്ങൾ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്തേ. ഒരു മരത്തിന്റെ ചോട്ടി അവർ നിൽക്കുകയാണ്, പഴം പറിച്ചു തിന്നു, നഗ്നരാണെന്നറിഞ്ഞു. നിങ്ങൾ നിപ്പ് ഈ തുണിയും കുരിഞ്ഞു പോയാൽ നിങ്ങൾ ഉടനെ ഡൈനിങ് ഹാളിൽ ഉടുപ്പെടുക്കാൻ ഓടുവോ? ഇല്ല. എന്ത് ചെയ്യും? അവിടെ കിടക്കുന്ന എടുത്ത് പുതയ്ക്കും. മനസ്സിലായില്ലേ? ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ നിന്ന നിപ്പില് ഇപ്പൊ പാൻഡം കൂരിപ്പോയി എന്ന് വെച്ചോ. അപ്പൊ ആ സമയത്ത് എന്നെ ചെയ്യുന്നേ? അന്നേരം പിന്നെ ഇതെടുത്തങ്ങ് മറയ്ക്കാന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അന്നേരം നമ്മൾ ആലോചിച്ചിട്ട് വീതിയുള്ള ഇല ഏതാ, കുറച്ചുകൂടെ സൈസ് ഉള്ളത് ഏതാ, 2 ദിവസം ഡ്യൂറബിലിറ്റി ഉള്ളത് ഏതാ, കിഴുത്തയില്ലാത്ത ഏതാ, അങ്ങനൊക്കെ ചിന്തിക്കുവോ? ചിന്തിക്കില്ല. മറിച്ച് എന്ത് ചെയ്യും? അപ്പൊ ഇപ്പൊ ഒരു മരത്തിന്റെ ചുവട്ടിൽ നിൽക്കുന്ന സമയത്ത് നഗ്നനാണെന്ന് അറിഞ്ഞാ അതിന് ഇത്ര ഇലയ്ക്ക് വലിപ്പമുള്ളതിൽ അത് പറിച്ച് മറയ്ക്കും. അപ്പൊ ഇത് അത്തിയാണെന്ന് പറയുന്നതിന്റെ കാരണം എന്താണ്? നഗ്നരാണെന്ന് അറിഞ്ഞപ്പോ അവര് സ്വയം മറച്ചത് എന്ത് ഇല കൊണ്ടാണ്? അപ്പൊ അവര് പറിച്ച മരം ഏതാണ്? അത്തിമരം. പഴം ഏതാണ്? ഇങ്ങനെയാണ് യഹൂദന്മാര്, എന്റെ വ്യാഖ്യാനമല്ല, യഹൂദന്മാര് ഈ ഭാഗത്തെ വ്യാഖ്യാനിച്ചിരുന്നത് അങ്ങനെയാണ്. ആദവും ഹവ്വയും കഴിച്ച, അവർക്ക് മരണം സമ്മാനിച്ച ആ മരണഫലം ഏതാണ്? അത്തിഫലം. ഈശോ അത്തിവൃക്ഷത്തിന്റെ ചുവട്ടിൽ ചെന്നിട്ട് പറയുകയാണ്, മേലാൽ മനുഷ്യനെ ആത്മീയമായി മരിപ്പിക്കുന്ന ആ ഫലം നിന്നിൽ നിന്നുണ്ടാവാതിരിക്കട്ടെ. കാരണം എന്താണ്? ഞാൻ കുരിശിൽ മരിച്ച് മരണമേ നിന്നെ കീഴ്പ്പെടുത്താൻ പോവുകയാണ്. ചെതി പറഞ്ഞേ ഹല്ലേലൂയാ. ഇങ്ങനെയാണ് ഇനി ഓരോ കാര്യവും സംഭവിക്കാൻ പോകുന്നത്. എല്ലാം കണക്ക് കൂട്ടിയാണ്. എല്ലാത്തിനും കർത്താവിൻ്റെ മനസ്സിൽ കൃത്യമായ കണക്ക് കൂട്ടലുണ്ട്. രാവിലെ ചെല്ലുമ്പോൾ കർത്താവ് കണക്ക് കൂട്ടിയാണ് അത്തിമരത്തിൻ്റെ അടുത്ത് ചെല്ലുന്നത്. ഫലമില്ല. കർത്താവ് പറയാണ്, ഒരിക്കലും ഇനി ആ ഫലം, ആ മരണം വിതച്ച ഫലം, ആ പാപം വിതച്ച ഫലം, ആ നാശം വിതച്ച ഫലം, ആ ശാപം വിതച്ച ഫലം, ആ പൈശാചിക ബന്ധനം വിതച്ച ഫലം, അത് ഞാൻ എൻ്റെ ഈ ആഴ്ച, എൻ്റെ ഈ യാത്ര അവസാനിക്കുമ്പോൾ മരണമേ നിന്റെ ദംശനം എവിടെ? അപ്പൊ ഇങ്ങനെ കർത്താവ്, അപ്പൊ നേരത്തെ പറഞ്ഞത് ഇപ്പൊ കുറച്ചുകൂടെ വ്യക്തമായി കാണും. എല്ലാ കാര്യം പ്രൊഫറ്റിക് ആക്ഷൻസ് ആണ് കർത്താവിന്റെ. ഈ ആഴ്ചത്തെ എല്ലാം കർത്താവ് വളരെ കണക്കൂട്ടി ചെയ്യുന്നതാണ്.